ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിഫോർ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള ഇലക്ട്രിക്കൽ ഐറ്റങ്ങൾ എത്ര വാട്ട്സ്, അതിൻ്റെ എത്ര യൂണിറ്റ് എടുക്കുന്നുണ്ട്, എന്നാൽ നമുക്ക് കറണ്ട് ബില്ലൊക്കെ നമുക്ക് എന്താക്കാൻ പറ്റും, ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ ശ്രദ്ധിക്കാത്ത കുറേ വിഷയങ്ങളുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് വീഡിയോ കണ്ടു നോക്കുക. ഒരു യൂണിറ്റ് പറയുമ്പോൾ 1000 വാട്ട്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഒരു 1000 വാട്ട്സിൻ്റെ ഒരു ഇസ്തിരിപ്പെട്ടി 10 മണിക്കൂർ വർക്ക് ചെയ്യുകയാണെങ്കിലാണ്, അല്ല 1 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോഴാണ് എന്താവുന്നത്, ഒരു യൂണിറ്റ് ആവുന്നത്. എന്നാൽ ഒരു ലൈറ്റ് 100 വാട്ട്സിൻ്റെ ലൈറ്റ് ആണെങ്കിൽ അത് 10 മണിക്കൂർ 100 × 10 ആവുമ്പോഴാണ് 1000 ആവുന്നത്. അപ്പോൾ 1000 വാട്ട്സ് ആവുമ്പോഴാണ് ഒരു യൂണിറ്റ് ആവുന്നത്. ജസ്റ്റ് മനസ്സിലായല്ലോ. ഇനി നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന സീലിംഗ് ഫാൻ, നമ്മൾ ശ്രദ്ധിക്കാത്ത പല വിഷയങ്ങളാണ്. സീലിംഗ് ഫാൻ പറയുമ്പോൾ സാധാ ഒരു സീലിംഗ് ഫാൻ 75 വാട്ട്സ് എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വീട്ടിൽ 3 ഫാൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 3 × 75 225 വാട്ട്സ് ആണ്. അപ്പോൾ ഒരു ദിവസം നമ്മൾ 10 മണിക്കൂർ നമ്മൾ ഫാൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 225 × 10 2.25 യൂണിറ്റ് ഒരു ദിവസം നമ്മളെ ഫാൻ എടുക്കുന്നുണ്ട്. ഒരു ദിവസം അത് മന്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 67.5 ഒരു മാസത്തേക്ക്. 2 മാസത്തേക്കാകുമ്പോൾ 135ഓളം യൂണിറ്റ് ഒരു ഫാൻ തന്നെ എടുക്കുന്നുണ്ട്. ഇനി നമ്മളെ BLDC ഫാനിലേക്ക്, എല്ലാവരും കേൾക്കുന്നൊരു ഫാനാണ് BLDC ഫാൻ, അതിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു ഫാന് 30 വാട്ട്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെ 3 ഫാൻ ഉണ്ടെങ്കിൽ ആകെ 90 വാട്ട്സ് ആണ് എടുക്കുന്നത്. നിങ്ങളൊന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കിയാൽ മതി. അത് ഒരു ദിവസം നമ്മൾ 10 മണിക്കൂർ യൂസ് ചെയ്യുമ്പോൾ 0.9 യൂണിറ്റ് ഓൺലി ഉള്ളൂ, അത് മാത്രമേ ഉള്ളൂ. അതൊരു മാസത്തേക്ക് നോക്കുമ്പോൾ 27 യൂണിറ്റ് മാത്രം, 2 മാസത്തേക്ക് 54 യൂണിറ്റ്. മറ്റേത് 135 ആണ്, ഇത് 54 യൂണിറ്റ് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എനർജി അത്രയും സേവ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലൊക്കെ കോൺടാക്ട് ചെയ്താൽ മതി. മുമ്പത്തെ വീഡിയോ കണ്ടു നോക്കുക. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റുകളൊക്കെ എത്ര യൂണിറ്റ് എടുക്കും നോക്കാം. ഉദാഹരണത്തിന് 3 ലൈറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്, ടെങ്സ്റ്റന്, അതേപോലെ തന്നെ CF LED. നമ്മളൊക്കെ ഇപ്പോൾ എല്ലാവരും LED ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നമ്മൾ പണ്ടത്തെ ആരെങ്കിലും പൊട്ടുന്ന ബൾബൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. അതിൻ്റെ ലൈഫൊക്കെ പറയുമ്പോൾ 1000 25,000 ഉണ്ട് LEDക്ക്. ഒരു മണിക്കൂർ കൊണ്ട് എത്ര യൂണിറ്റ് എടുക്കും നോക്കാം. 0.06 യൂണിറ്റ് 60 വാട്ട്സിൻ്റെ ടങ്സ്റ്റൻ ബൾബ് എടുക്കും. അത് ഒരു യൂണിറ്റ് കൊണ്ട് 16.66 16 മണിക്കൂർ ഏകദേശം വർക്ക് ചെയ്യും. ഒരു യൂണിറ്റ് ആവണമെങ്കിൽ 16 മണിക്കൂർ വർക്ക് ചെയ്താലാണ് ഒരു യൂണിറ്റ് ആവുക. എന്നാൽ CFലേക്ക് പോകുമ്പം ഒരു യൂണിറ്റ് ഒരു മണിക്കൂറിലാവുന്നതിൽ ഒരു മണിക്കൂറിൽ എത്ര യൂണിറ്റ് ആവും എന്ന് വെച്ചാൽ 0.015 ആണ്. എന്നാൽ ഒരു മണിക്കൂർ കൊണ്ട് 66 മണിക്കൂറോളം ഒരു യൂണിറ്റ് കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റും. ആ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നമ്മളത് LED മാറുകയാണെങ്കിൽ 9 വാട്ട്സിൻ്റെ LED ആണ് ഞാൻ ഇപ്പം കണക്ക് കൂട്ടുന്നത്. അത് 25,000 ആണ് വരുന്നത്. അതിന് ഏകദേശം വരുന്നത് 0.009 യൂണിറ്റ് ആണ് ഒരു ഹവറിലാവുന്നത്. അപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് ഒരു യൂണിറ്റ് ആവാൻ 111ഓളം മണിക്കൂർ ആ LED വർക്ക് ചെയ്യാൻ പറ്റും. എത്ര വലിയ ഡിഫറൻസ് ആണ് വരുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം LED ബൾബ് തന്നെ യൂസ് ചെയ്യുക. നമുക്ക് വളരെയധികം എനർജി നമുക്ക് കൺസെപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം എല്ലാവരും, കാരണം എല്ലാത്തിനും നല്ല ബ്രൈറ്റ്നസ്സുമാണ് LED. അപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന TV എത്ര യൂണിറ്റ് എടുക്കും എന്ന് നോക്കാം. ഞാൻ സാധാരണ നമ്മളെ പണ്ടത്തെ TV ഉണ്ടല്ലോ, ആ ഒരു TV ഒരു മണിക്കൂർ വർക്ക് ചെയ്യുകയാണെങ്കിൽ 150 വാട്ട്സിൻ്റെതാണെങ്കിൽ 0.15 യൂണിറ്റ് എടുക്കും. അപ്പം ഒരു TV ഒരു യൂണിറ്റ് ആവുകയാണെങ്കിൽ 6 മണിക്കൂർ 6.6 ഹവർ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു യൂണിറ്റ് ആവും. ഇനി നമ്മളെ LED TV 32 ഇഞ്ചിൻ്റെ 50 വാട്ട്സിൻ്റെ LED TV ആണെങ്കിൽ 0.05 യൂണിറ്റ് ആണ് ഒരു മണിക്കൂറിൽ കൺസ്യൂം ചെയ്യുന്നത്. ഒരു യൂണിറ്റ് കൊണ്ട് 20 മണിക്കൂർ പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ LED TV ആണ് എന്തുകൊണ്ടും ഉത്തമം. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രിഡ്ജ്, ഒരു 130 വാട്ട്സിൻ്റെ ഫ്രിഡ്ജ് 14 ഹവർ വർക്ക് ചെയ്യുകയാണെങ്കിൽ, കാരണം സ്റ്റെബിലൈസറൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് ടൈമൊക്കെ ഓഫായിട്ടുണ്ട്, അങ്ങനെ 14 മണിക്കൂർ കൂട്ടാം. ഒരു ദിവസം 14 മണിക്കൂർ വർക്ക് ചെയ്യുകയാണെങ്കിൽ 1.8 യൂണിറ്റ് ആകും. മന്ത്ലി 54.6 യൂണിറ്റ്, 2 മാസത്തേക്ക് 109 യൂണിറ്റോളം എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രിഡ്ജിൻ്റെ വാട്ട്സ് വെച്ച് നിങ്ങൾക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഇനി വാഷിംഗ് മെഷീൻ നോക്കുമ്പോൾ സെമി ഓട്ടോമാറ്റിക് 400 വാട്ട്സ് ആണ്. അത് ഒരു മണിക്കൂർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 0.4 യൂണിറ്റ് ആണ്. ഇനി ഫുള്ളി ഓട്ടോമാറ്റിക് 1800 വാട്ട്സിൻ്റെതാണെങ്കിൽ 1.8 യൂണിറ്റ് എടുക്കും. ഓരോ ബ്രാൻഡിനും വ്യത്യാസം ഉണ്ടാകും. അയൺ ബോക്സ് നോക്കുകയാണെങ്കിൽ 1000 വാട്ട്സിൻ്റെ ഒരു ഇസ്തിരിപ്പെട്ടി ഒരു മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റായി. ഓക്കെ, ഇനി നമ്മൾ AC നോക്കുകയാണെങ്കിൽ 2 ടൈപ്പ് ഉണ്ട്, നോൺ ഇൻവെർട്ടർ ടെക്നോളജി, ഇൻവെർട്ടർ ടെക്നോളജി. ഞാനൊരു AC 8 മണിക്കൂറാണ് ഒരു ദിവസം കൂട്ടുന്നത്. 1 ടൺ ആണെങ്കിൽ 6 യൂണിറ്റ് എടുക്കും. 1.5 ടൺ ആണെങ്കിൽ 10 യൂണിറ്റ് എടുക്കും. നോൺ ഇൻവെർട്ടർ ടെക്നോളജി 4 യൂണിറ്റ് ആണ് 8 മണിക്കൂർ വർക്ക് ചെയ്യാൻ വേണ്ടി 1 ടൺ എടുക്കുന്നത്. 1.5 ടൺ എടുക്കുന്നത് 6 യൂണിറ്റ് ആണ്. അപ്പം ഇൻവെർട്ടർ ടെക്നോളജി ആകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് കറണ്ട് ബില്ല് കുറയ്ക്കാൻ പറ്റും. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. ഈ പറഞ്ഞ ഓരോ ഉപകരണങ്ങളും വാട്ട്സിലും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാകും. ഒരു ഉദാഹരണമായിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോയുമായി കാണാം. ബൈ ബൈ.